ഹലോ, ഉണ്ട്, കൊടുക്കാം സർ. യെസ്, CI ശരത്. എന്താ ശരത്? സാർ, ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കിന്റെ സമീപത്ത് അത്യാസന്ന നിലയിൽ കണ്ടെത്തിയ ഒരാളെ നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെന്ന്. ആശുപത്രിക്കാർ പറയുന്നത് മർഡർ അറ്റംപ്റ്റ് ആണെന്ന്. ഹി ഈസ് വെരി ക്രിട്ടിക്കൽ. ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറണം. ഗുഡ് മോർണിംഗ്. Excuse me, what is his position now? There are fatal injuries to head and eyes. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അതിരിക്കട്ടെ, പേഷ്യന്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നോ, അന്വേഷിക്കുന്നുണ്ട്. കമാൺ. നിങ്ങളൊക്കെ പോലീസാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുമ്പോ ചത്തൂന്ന് ഉറപ്പുവരുത്തിട്ട് വേണം മടങ്ങാൻ. സാർ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എടോ, അവനെങ്ങാനും ജീവിച്ചിരുന്ന എല്ലാവരും തൂങ്ങും. അതോർത്ത് സാറ് വിഷമിക്കണ്ട. വിജയേഷിന് ബോധം തെളിയുന്നതിന് മുമ്പ് ഞാൻ അവനെ ഇവിടെ വെച്ച് തന്നെ തീർത്തോളാം. മണ്ടത്തരം കാണിക്കല്ലടോ. ഈ സമയത്ത് അവിടെ വെച്ചൊന്നും ചെയ്യരുത്. എന്താ വേണ്ടത് ഞാൻ പറയാം. ഓക്കെ സർ. എന്തായി? ഇവിടെ വെച്ച് അവനെ ഒന്നും ചെയ്യേണ്ടെന്നാ സാർ പറയുന്നത്. അവനെ കൊന്നിട്ട് ആ ട്രാക്കിലേക്ക് വലിച്ചെറിയാൻ ഞാൻ അപ്ലൈ പറഞ്ഞതാ, കേട്ടില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിലിനി തോണ്ടണ്ട. എന്തായാലും ഇനി താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ നമ്മുടെ പോലീസുകാരെ തന്നെ കൂടെ നിർത്തിയാൽ മതി. കേസ് ഒന്നും രജിസ്റ്റർ ചെയ്യാതെ തന്നെ അവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഞാൻ അറിയിക്കാം. തൻ്റെ ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞില്ലേ? താൻ ലേറ്റ് ആകും തോറും എൻ്റെ ഫോണിന് ആ റെസ്റ്റില്ലാതാകാൻ. മുത്തച്ഛൻ്റെ വിളി അപ്പം തുടങ്ങില്ലേ? എന്താടോ, എന്ത് പറ്റിയത് എനിക്ക്? വിജയകൃഷ്ണൻ രക്ഷപ്പെടില്ലേ ഡോക്ടർ? ഏത് വിജയകൃഷ്ണൻ? ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ICUലേക്ക് മാറ്റിയ പേഷ്യന്റ്. തനിക്കറിയോ ആളെ? പറയടോ, തനിക്കറിയോ ആളെ? LKG മുതൽ തുടങ്ങിയതാ അവിടെ ഡാൻസ് കൂത്തും. ഇനി പഠിച്ച് ഡോക്ടറാകുമ്പോ ബിരുദത്തിന്റെ കൂടെ എഴുതി വെക്കുവോ? ഡോക്ടർ രാധിക വർമ്മ, BSc, MBBS, ഭരതനാട്യം, കുച്ചുപുടി. എന്റെ മുത്തശ്ശ ഒന്നും മിണ്ടാതിരിക്കോ? ഇരുന്നിരുന്ന ആസനത്തിൽ തഴമ്പ് വീണു. അല്ല, ഞാനും ചോദിച്ചോട്ടെ, ഈ കലാമണ്ഡലം രാജലക്ഷ്മി പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് സ്റ്റേജിൽ തുള്ളാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഓ അതെ അതെ, ഈ കുരുക്ഷേത്രം എവിടെയാ? കുരുക്ഷേത്രമല്ല, കലാക്ഷേത്ര. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാ മതി, ഒന്നും തരണ്ട. ഞാൻ ഇവിടെ കയറിക്കോട്ടെ. വഴി പറഞ്ഞു തല എവിടെയെങ്കിലും പോയി കയറ്. മുത്തശ്ശ, ഞാൻ വഴി പറഞ്ഞു തരുമ്പോ മുത്തശ്ശന് ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം, അതുപോലെ ഒരു ഉപകാരം തിരിച്ചു ചെയ്താൽ അതെനിക്കൊരു ഉപകാരമായിരിക്കും. ഐ മീൻ പ്രത്യുപകാരം എന്ന ഉപകാരം. എന്റെ മുത്തശ്ശ ഇയാളോട് കയറിക്കോട്ടെ. ഇനി നമുക്ക് വഴി തെറ്റണ്ട. മോള അല്ല, എന്റെ അമ്മ. ഇത്രയും പറയാൻ കുറഞ്ഞ അമ്മേ. രാമകൃഷ്ണ ഗോവിന്ദ നാരായണ പത്മനാഭ. ഇതൊന്നും വണ്ടി കയറുന്നു നാമം ജപിക്കുന്നേ. ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചാ ഒരു സാധനം കൂടെ കയറ്റിക്കോട്ടെ. ഇവിടെ മിന്നൽ പണി കൂടെ പോയിന്നേ. സത്യം. ഏടാ എല്ലാരും കൂടി വാടാ, വേ സാധനങ്ങൾ കേട്ടോ. കയ്യിന്ന് പോയേനെ. ചക്ക കൂട്ടുവാ. അമ്പലത്തിലേക്കുള്ള സാധനങ്ങളാണേ. ഈ അമ്പല കമ്മിറ്റി ആയി പോയതിന്റെ ഒരു കുഴപ്പം. ഉത്സവാഘോഷങ്ങളാണ്. മത്തങ്ങ കുടിച്ചോളൂ. മത്തങ്ങകളൊന്നും കഴിച്ചു വെച്ചേക്കില്ല മുത്തശ്ശ. സൂക്ഷിച്ച് കേട്ടടാ, കുറച്ച് സാധനങ്ങളെ കിട്ടിയുള്ളൂ മുത്തശ്ശ. ഒരു ചെറിയ കുടയുണ്ട്, ആനപ്പുറത്ത് പിടിക്കുന്നതാ. മോള് വെച്ചോ. ഇങ്ങേരെവിടെ? വാസോട്ടാ, ഇതെവിടെയത്? വരുന്നു. ഇതാണോ കലാക്ഷേത്രം? ഇത് ശിവക്ഷേത്ര. ഈ കലാക്ഷേത്രം എവിടെയാ? കുറെ കിലോമീറ്റർ ആയല്ലോ നിങ്ങളെ കൂടെ ചുറ്റാൻ തുടങ്ങിട്ട്. ഞാൻ പറഞ്ഞു തരില്ലേ, ഈ സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഇറക്കിക്കോട്ടെ. എല്ലാം പെട്ടെന്ന് ഇറക്കടാ. ഞങ്ങള് ഭയങ്കര സ്പീഡാ. താൻ വഴി പറഞ്ഞില്ലല്ലോ.
അത് ഈ വണ്ടി വന്ന് നിർത്തിയില്ലേ ആ. ഞാൻ ഓടി വന്ന് കേറിയില്ലേ ആ. ഒരു വലിയ കട വലിയ കട. ഈ വലിയ കടയുടെ തൊട്ടപ്പുറത്ത് കൂടി ഒരു വഴി അകത്തേക്ക് ഇടത്തേക്ക് ആ. ആ വഴി നേരെ ചെന്നാൽ കലാക്ഷേത്ര ഏ? അതിന്റെ തൊട്ട് പുറകിലെ ടീച്ചറിന്റെ വീട്. ഓഹോ, അപ്പൊ നീ നിന്നിടത്ത് തന്നെയാണ് കലാക്ഷേത്ര. അതെ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറകോട്ട് പോയാൽ മതി. ഇതൊന്ന് പിടിച്ചേ. വേണ്ടായിരുന്നു. അല്ല, ഇരിക്കട്ടെ. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. വരട്ടെ. ഈശ്വരൻ കാത്തു. അല്ല പിന്നെ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈശ്വരവർമ്മ, പല്ലാരിമംഗലത്ത് പാലാഴി തറവാട്ടിൽ വരുന്നു. നമ്മളൊന്നും ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു. വരൂ. ഇതെന്താ കൊച്ചുമോളാ, രാധിക വർമ്മ, മെഡിക്കൽ സ്റ്റുഡന്റാ. ഇവരൊക്കെ ഇവരുടെ ഫ്രണ്ട്സാ. ഈ ഗ്രൂപ്പിനെയാണ് തുള്ളാട്ടം പഠിപ്പിക്കേണ്ടത്. മുത്തശ്ശ, ഞാൻ സംസാരിച്ചോളാം. ആ, കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചറെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ടീച്ചർ തന്നെ കമ്പോസ് ചെയ്യുന്ന നൃത്തം ആർട്സ് ഫെസ്റ്റിന് അവതരിപ്പിക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. 2 വർഷമായി ഞാൻ ചെലങ്ക അണിഞ്ഞിട്ട്. അയ്യോ, ചെലങ്ക കള്ളം കൊണ്ടുപോയോ? ബാംഗ്ലൂർ മലയാളി സമാജത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. അത് പിന്നെ മനസ്സിനൊത്ത് കാലിന് വേഗത പോരാ. ഇതൊന്നും ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ 4 കാശ് ലാഭം കിട്ടിയനെ. വണ്ടിക്ക് കിലോമീറ്ററിന് 20 രൂപയാ ചാർജ്, അറിയോ? സോറി. ഇവിടെ എത്തും വരെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന്. ഇനിയിപ്പോ കുട്ടിയോട് വിഷമിക്കണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നൃത്തം എന്റെ മകൻ കമ്പോസ് ചെയ്തു തരും. എന്റെ മകനായതുകൊണ്ട് പറയല്ല, മിടുക്കനാ. അവനാ ഇപ്പൊ കലാക്ഷേത്രത്തിന്റെ ഇൻചാർജ്. നാളെ പുലർച്ചെ അങ്ങോട്ട് വന്നോളൂ. ഈ ആണുങ്ങളെ ഡാൻസ് പഠിപ്പിച്ച കണക്കാ. വരാൻ പോണ മാഷ് വല്ല ചാന്തുപൊട്ടുമായിരിക്കും എന്തോ. എന്നാ മാങ്ങാവരും ചെളുക്കുത്തുമായിരിക്കും സ്റ്റെപ്പ്. ടീച്ചറേ എത്തിയല്ലേ? ടീച്ചർ ഇതുവരെ വന്നില്ലേ? വന്നു. നിങ്ങള് ഡാൻസ് പഠിക്കാൻ വന്നവരാ? അല്ല, പാടത്ത് കൊയ്യാൻ വന്നതാ. കൊയ്ത്താരൊക്കെ നല്ല മോഡേൺ ആയി കേട്ടാ. നീ നിന്റെ പണി നോക്കണം ചേക്കാ. ആ ടീച്ചറെ, കറണ്ട്, വാട്ടർ, ഫോണ്, ഗ്യാസ് എന്റെയൊക്കെ ബില്ല് അടച്ചതിന്റെ ഫുൾ രസീത് ഉണ്ട് കേട്ടോ. അല്ല ടീച്ചറെ, ഇവരെന്താ കലാക്ഷേത്രത്തിന് കണ്ണു കിട്ടാതിരിക്കാൻ കോലം വച്ച പോലെ ഇങ്ങനെ നിരന്നിക്കണത്? ഇവരെ ഞാൻ പറഞ്ഞ കുട്ടികള്. ആണാ? ഇവര് മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നല്ലേ പറഞ്ഞു? ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുറച്ച് ഭരതനാട്യവും ഒഡിസിയും ഒക്കെ കൂടി ഫോക്കിൽ മിക്സ് ചെയ്തൊരു കാച്ചങ്ങട് കാച്ചിയാലോ? ആ, ഭരതനാട്യം ഫോക്ക് മിക്സ് ചെയ്ത പോക്കാ. എക്സ്ക്യൂസ് മീ, ഒന്ന് ആരെങ്കിലും ശ്രദ്ധിക്കണേ. നൃത്തകലകൾ അഭ്യസിക്കാൻ വരുമ്പോൾ കഴിയുന്നതും തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ഇതേതാ ഈ തെണ്ടി? എന്റെ മോന. അങ്ങനെ തന്നെ വേണം ടീച്ചർക്ക്, അങ്ങനെ തന്നെ വേണം. ഈ കുരുത്തക്കെട്ടവരെങ്ങനെയാ കുരുത്തോല പണി പഠിപ്പിക്കുന്നേ? അനാവശ്യ വർത്തമാനങ്ങൾ ഇവിടെ വേണ്ട. നിങ്ങൾക്ക് അവനിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോവാം. ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. നിർബന്ധിച്ചാൽ എന്റെ പട്ടി വരും. എന്നാൽ നമുക്ക് പോകാം. ഇനി സമയം കളയണ്ട. നമ്മൾ ഉദ്ദേശിച്ച ഇവിടുന്ന് കിട്ടില്ല. മുത്തശ്ശൻ എന്ന് മുത്തച്ഛൻ പറയുന്നത് അനുസരിച്ചാ മതി. നടക്ക്. കോളേജിന്റെ വിജയം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിലും മേലെ ഒരു കലാതിലകാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഇതെനിക്ക് അർഹതപ്പെട്ടതല്ല. സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. പിന്നീട് ഞങ്ങൾ പലയിടത്തും വെച്ച് കണ്ടുമുട്ടി. കൂടുതലെടുത്തു, ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം ആദ്യം കോളേജിൽ അറിഞ്ഞു, പിന്നീട് നാട്ടിലറിഞ്ഞു, ഒടുവിൽ എന്റെ വീട്ടിലും. അവളുടെ ഒരു പ്രേമം. ഞാൻ അന്വേഷിച്ചു ആ കൂട്ടുകാരിയുടെ മോനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും. എടേ, നിന്റെ ഈ ചേച്ചിയെ കിട്ടിച്ചതുപോലെ സമയമാകുമ്പോ ഞങ്ങൾ പറയും നീ ആരെ വിവാഹം കഴിക്കണമെന്ന്. എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എന്താ കാര്യം നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. രാധികെല്ലാം തുറന്നു പറഞ്ഞു അല്ലേ? ഇനിയിപ്പോ ഏത് ദുർശക്തികൾ വിചാരിച്ചാലും പിരിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ വളരെ അടുത്തുപോയി. അടുത്തു പോയോ? എന്റെ കൊച്ചുമോള അവള്. ആ ഒരു കുറവേ ഞാൻ അവളെ കണ്ടുള്ളൂ. അച്ഛനില്ലാത്ത കുട്ടിയാ.
അച്ഛനും 2 കുട്ടികളുണ്ടാവേ. ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. പേര് രാമനാഥവർമ്മ. അല്ല, നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? അങ്ങനെ ഒരാളില്ലേ? തന്തയ്ക്ക് പിറക്കാത്തവർക്ക് പെണ്ണ് കൊടുത്ത പാരമ്പര്യം പാലാഴി തടവാട്ടുകാർക്കില്ല. ഇറങ്ങി പോടാ. മേലിൽ ഈ ബന്ധം തുടർന്നാൽ അരിഞ്ഞു കളയാൻ. അതെ, കാർന്നവരോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊച്ചുമോൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ, എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ആരെതിർത്താലും ഞാൻ കൊണ്ടുപോകും. നീ ഒരു പുല്ല് ചെയ്യില്ല. നിനക്കറിയാവൂ ഞാൻ ആരാണെന്ന്? പഴയ പോലീസാ. എന്റെ മരുമകനെ IPS സ്വാമിനാഥൻ IPS. അവനിപ്പോ ഡൽഹിയിലായതിന്റെ ഭാഗ്യം. ഞാൻ അവന്റെ നമ്പറിലൊന്ന് കുത്തിയാൽ കേരള പോലീസ് നിന്നെ തുരുട്ടും. പിന്നെ നിന്റെ ശവമായിരിക്കും പുറത്തു കാണുക. ഞാൻ കാരണം വിജയകൃഷ്ണൻ ഈ അവസ്ഥയിൽ ഇവിടെ. താൻ സമാധാനായിട്ടിരിക്കുക. വിജയകൃഷ്ണൻ ഒന്നും സംഭവിക്കില്ല, രക്ഷപ്പെടും. ബിലീവ് മീ. പക്ഷേ എനിക്ക് പേടിയാവുന്നു ഡോക്ടർ. വിജയകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ ഇവിടെ തന്നെ ഉണ്ട്. അവര് വീണ്ടും. താൻ ആരെ കുറിച്ചായി പറയുന്നത്? ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ എത്തിയ പോലീസുകാരെ തന്നെ എനിക്ക് പേടി. ഞാൻ കേട്ടത് അവരുടെ ഡിസ്കഷൻ. അവര് വിജയകൃഷ്ണനെ കൊല്ലും. താനെന്താ ഇവിടെ? എൻ്റെ ഒരു ബന്ധു ഇവിടെ കിടപ്പുണ്ട്, കാണാൻ വന്നാ. സാറെന്താ ഇവിടെ? താൻ ചെല്ല്. സാർ. ശരി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുത്തശ്ശ? വിജയേഷന് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വന്നാ. നിങ്ങളാരാ വിജയേഷന്റെ? ഞാനൊരു പോലീസുകാരനാ, ഹെഡ് കോൺസ്റ്റബിൾ നാരായണൻ. കുറച്ചാളുമ്പ് പരിചയപ്പെട്ടതാ വിജയേഷനെ. വിജയേഷന് ആരും ഇല്ല എന്ന് കരുതി ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തരുതെന്ന് അപേക്ഷിക്കാൻ വന്നാ ഞാൻ. കാശ് എത്ര വേണേലും ഞാൻ എങ്ങനെയും ഉണ്ടാക്കി തരാം. വിജയേഷനെ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തിട്ട് എന്തിനാ? കൊല്ലാൻ തന്നെയല്ലേ ഉദ്ദേശം? പോലീസാന്ന് കരുതി നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷി പാടില്ലെന്നുണ്ടോ? മനസ്സിലായില്ല. മരണത്തോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യനെ ഇനിയും കൊത്തി നുറുക്കാനായിട്ട് എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ പാവം ചെയ്തത്? കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ശത്രുവല്ല, മിത്രമാണ്. വിജയേഷന് വേണ്ടപ്പെട്ട ആളാണ്. എന്നിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു മിത്രത്തെ കുറിച്ച്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. റിട്ടയർഡ് DGP കൃഷ്ണദാസ് സാർ പറഞ്ഞിട്ട് ഞാൻ 5-6 മാസം മുമ്പ് അമ്പലക്കരയിലുള്ള വിജയേഷണന്റെ വീട്ടിൽ പോയിരുന്നു. നമസ്കാരം. എന്താ ഈ നേരത്തെ? സാറ് പറഞ്ഞയച്ചിട്ട് വന്നാ. എന്താ മേ? അച്ഛന് നമ്മളെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞയച്ചത്. നീ എന്താ ഒന്നും പറയാത്തെ? അച്ഛനെ കാണാനും അച്ഛന്ന് വിളിക്കാനും ഏത് മക്കൾക്ക് അമ്മ കൊതിയില്ലാത്തത്? ഈ ഒരു നിമിഷത്തിനു വേണ്ടി ഞാൻ മുട്ടുവിളിക്കാത്ത അമ്പലങ്ങളില്ല അമ്മേ. അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാനിതൊന്നും പറയാത്തത്. ഇപ്പൊ തന്നെ പുറപ്പെടാല്ലേ, ഇനി ആ മനസ്സ് മാറണ്ട. ആ എത്തിയോ? ഞങ്ങൾ അത്യാവശ്യം എറണാകുളം വരെ പോവാ. ഇതാ താക്കോല്. വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. അതെ, മേശവലപ്പിൽ ഇത്തിരി കാശിരിപ്പുണ്ട്. ഞാനിവിടെ ഇല്ലാന്ന് കരുതി കൽമണ്ഡപത്തിന് പണി മുടങ്ങണ്ട. പിന്നെ ഒരു ക്രിമിനലിന്റെ കയ്യിലാണോ വീടിന്റെ താക്കോല് ഏൽപ്പിക്കുന്നത്? ഛേ, എന്ത് കഷ്ടം നോക്കി. ഒരിക്കൽ വാസോട്ടെ നാട് ഉറപ്പിച്ചിരുന്ന നക്സലൈറ്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ ശരിയാ. അതിന് കോടതി കൊടുത്ത 8 കൊല്ലം ശിക്ഷ അയാൾ അനുഭവിക്കുകയും ചെയ്തു. ഇനി നന്നാവാനുള്ള അവസരം കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാ. അതെങ്ങനെ? അതിന് നിങ്ങളെ പോലുള്ളവർ സമ്മതിക്കണ്ടേ? ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഒരു തെറ്റും ചെയ്യാത്ത ഈ വാസുവേട്ടനെ 3 വട്ടം ഞാൻ ജാമ്യത്തിലെടുത്ത്. നീ വർത്താനം പറഞ്ഞ സമയം കളയാതെ വണ്ടി കയറ്. വരട്ടെ വാസോട്ടെ. അല്ല, എന്താ ഇവിടെ? വരൂ, പറയാം. വാമേ. സാർ, സാർ, മോൻ വന്നിട്ടുണ്ട്.
സന്തോഷമായ മോനെ? അച്ഛാ, എനിക്ക് കണക്കിന് 100-ൽ 100 മാർക്ക്. മിടുക്കൻ. അച്ഛാ, അച്ഛൻ എപ്പോഴാ എന്നെ അമ്മയും അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോവാ? വാ. എന്താ എന്താ ഉണ്ടായേ? ഏയ് ഒന്നുമില്ലെന്നേ. 2 ദിവസം മുമ്പ് നെഞ്ചിനൊരു വേദന. ഇയാൾ തൂക്കിയെടുത്ത് ഇവിടെ എത്തിച്ചു. പരിശോധിച്ച ഡോക്ടർ ആ വേദനയ്ക്കൊരു പേര് ഇട്ടു, ഹാർട്ട് അറ്റാക്ക്. ഇക്കാലത്ത് ഇതൊരു വലിയ അസുഖമൊന്നും അല്ലെന്നേ. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യും. എന്നാലും ശ്രദ്ധിക്കണം സാർ. നീ എന്താ വിളിച്ചേ? സാറേന്നോ? വലുതായപ്പോ അച്ഛാന്ന് വിളിക്കാൻ മടിയായോ? അല്ല, തെറ്റെന്റെ ഭാഗത്താ. ഒന്നല്ല, ഒരുപാട് തെറ്റുകൾ. ഭാര്യയുള്ള ഞാൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിച്ചത് തെറ്റ്. ഭാര്യയുണ്ടെന്നറിഞ്ഞപ്പോൾ സ്വയം ഒഴിഞ്ഞു പോയ നിന്റെ അമ്മയെ നിസ്സഹായാവസ്ഥയിൽ നോക്കി നിന്നത് മറ്റൊരു തെറ്റ്. ആ ബന്ധത്തിലുണ്ടായ മോനെ അകറ്റി നിർത്തിയത് അതിലും വലിയ തെറ്റ്. കുഞ്ഞുനാളിലെ എന്നാ എന്നെയും അമ്മയും അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ ചോദ്യത്തിന് ശേഷം ഞാൻ ദൂരെ നിന്നേ നിന്നെ കണ്ടിട്ടുള്ളൂ. പേടിയായിരുന്നു. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട പദവിയാണ് DGP എന്നുള്ള മിഥ്യാബോധം എന്നെ വല്ലാണ്ട് വീർപ്പ് മുട്ടിച്ചിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോൾ ശാരദ എന്നെ പിരിഞ്ഞു പോയതും എനിക്ക് വേറെ കുഞ്ഞു പിറക്കാതെ പോയതും ദൈവനിയോഗമായിരിക്കാം. ഇപ്പോഴെന്തിനാ ഈ മനസ്സുമാറ്റമെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. വാ, ഇരിക്കെ. വാടാ. ഏതൊരാളും മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഒന്ന് പതറും. ഞാനും. എനിക്ക് അനന്തരാവകാശികളില്ലെന്ന് കരുതിയ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയണം. എൻ്റെ ചിതയ്ക്ക് കൊള്ളിവെക്കാനും എൻ്റെ അസ്ഥിത്രയെ വിളക്ക് വയ്ക്കാനും ആണ്ടുബലിയിടാനും എനിക്കൊരു മകനുണ്ടെന്ന്. മരണത്തെ എനിക്ക് ഭയമില്ല. എങ്കിലും ഒരു ദിവസത്തെ ആയുസ്സിനു വേണ്ടി ഞാൻ ഇന്നലെ ദൈവത്തിനോട് യാചിച്ചു. എൻ്റെ മോനോടും ലക്ഷ്മിയോടും ഒത്ത് കഴിയാൻ വേണ്ടി ഒരു ദിവസം. അച്ഛനെ വെറുക്കല്ലേടാ. എൻ്റെ അച്ഛനെ എനിക്ക് ഈശ്വരനേക്കാൾ സ്നേഹം, ദൈവത്തെക്കാൾ വലിയൊരാളെന്ന അച്ഛനെ കുറിച്ച് അമ്മ എന്നെ പഠിപ്പിച്ചേക്കണം. അച്ഛൻ്റെ അവസ്ഥയെല്ലാം അമ്മ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ, തക്ക സമയത്ത് വക്കീലും എത്തിയല്ലോ. ഇത് അഡ്വക്കേറ്റ് രാജ്മോഹൻ, എൻ്റെ ലീഗൽ അഡ്വൈസർ. ഹലോ. ഇതെൻ്റെ ഒരേ ഒരു ബ്രദറിലോ സിറ്റി പോലീസ് കമ്മീഷണർ ദേവരാജൻ. ഇതെൻ്റെ മോനാ. വളരെ വൈകിയാണ് അറിഞ്ഞത്. നേരിട്ടൊന്ന് പരിചയപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു. പേരെന്താ? വിജയ്, വിജയകൃഷ്ണൻ. എടോ, ഞാൻ എഴുതിയ വിൽപത്രം താൻ രജിസ്റ്റർ ചെയ്തോ? ഇല്ല, ഒരല്പം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞാൻ നിന്നോട് അനുവാദം ചോദിക്കാതെ ഒരു വിൽപത്രം തയ്യാറാക്കി വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സ്വത്തിൻ്റെ അവകാശി ഇനി മുതൽ നീയാ. ഞാൻ സ്വത്ത് മോഹിച്ചല്ല അച്ഛൻ്റെ അടുത്ത് എത്തിയത്. എനിക്കെൻ്റെ അച്ഛനെ വല്ലപ്പോഴും നേരിട്ട് കാണാനുള്ള അനുവാദം മാത്രം മതി. വല്ലപ്പോഴും അല്ല, എന്നും കണ്ടോണ്ടിരിക്കാൻ. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ തറവാട്ടിൽ ഇന്നു മുതൽ നീ നിന്റെ അമ്മയും താമസിക്കണം, അല്ലേ? പിന്നെ അങ്ങനെയാണല്ലോ വേണ്ടത്. അച്ഛാ, അത് നീ എതിര് പറയരുത്. അച്ഛൻ കൂടെ ഉണ്ടെന്ന് തന്നെ കരുതിക്കോ. എനിക്കിവിടെ കൂട്ടിന് ഇയാൾ മതി. വർഷങ്ങളായിട്ട് ഈ പരിചരണം ശീലമായി, അല്ലേടോ? അതെ. ചെല്ലുമോനെ, അമ്മയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക്.
നമസ്കാരം. സാറ് വിളിച്ച് പറഞ്ഞിരുന്നു കൊച്ചമ്മയും മോനും വരുമെന്ന്. ഇതാ താക്കോല്. വന്നാട്ടെ. വാമേ. ഇതാണ് അച്ഛൻ്റെ മുറി. ഇതൊക്കെ അമ്മേ. എല്ലാ വർഷവും നിന്റെ ഒരു ഫോട്ടോ നിന്റെ അച്ഛന് വലിയ നിർബന്ധമായിരുന്നു. എല്ലാ പിറന്നാളിനും ഞാൻ നിനക്ക് തരാറുള്ള സമ്മാനം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കൊടുത്തയക്കുന്നതായിരുന്നു. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഈ അച്ഛൻ്റെ കൂടെയുള്ള എത്രയോ വർഷങ്ങളല്ല അമ്മേ നമ്മൾ മിസ് ചെയ്തത്. ഇനിയുള്ള എൻ്റെ ആയുസിൻ്റെ പാതി ഈശ്വരൻ അച്ഛന് കൊടുത്തോട്ടെ. അത്രയും നാളെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനോടൊത്ത് കഴിയാലോ. മോനെ, അളിയനോ? എങ്ങനെയുണ്ട് ഇപ്പൊ? കുറച്ച് ആശ്വാസമുണ്ട്. ഞാനൊരു യാത്ര പറയാൻ വന്നതാ. അളിയൻ എങ്ങോട്ടാ? ഞാനല്ല, അളിയൻ. അതിന് ഞാനെങ്ങോട്ടും പോകുന്നില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ അളിയ. കോടീശ്വരനായ അളിയനും പെങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലാത്തത് കണ്ട് ഞാനിന്ന് സന്തോഷിച്ചു. നിങ്ങളുടെ കാലശേഷം അതൊക്കെ അനുഭവിക്കാൻ എനിക്കും മക്കൾക്കും മാത്രമാണല്ലോ യോഗമെന്നോർത്ത്. എന്റെ പെങ്ങൾ അകാലത്തിൽ മരിച്ചപ്പോഴും സന്തോഷം തോന്നി. ഈശ്വരാ, ഇനി ഒരാളുടെ മരണം കൂടി കഴിഞ്ഞാൽ മതിയല്ലോ എന്നോർത്തു. അതിനുശേഷം ഞാൻ വല്ലാത്ത കണക്കൂട്ടലുകളിലായിരുന്നു. സിറ്റിയുടെ നടുക്കുള്ള അളിയന്റെ ഒരേക്കർ തറവാട്ട് പറമ്പിൽ ഞാൻ പണിതുയർത്താൻ പോകുന്ന സ്റ്റാർ ഹോട്ടലിന്റെ വിഷ്വലും മനസ്സിൽ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഡാം കിട്ടിയതുപോലൊരു തള്ളയും പോലും. ഇപ്പൊ അറ്റാക്ക് അളിയനല്ല അളിയാ, എനിക്കാ. ഇനി ആ ബ്ലോക്ക് ഉടനെ മാറ്റിയില്ല ഞാൻ ചത്തുപോളിയാ. വേണമെങ്കിൽ എനിക്ക് ആ തള്ളേ മോനെ കൊല്ലാം. എന്തിനാ 2 കൊല ചെയ്ത് വെറുതെ പാവം ഏറ്റുവാങ്ങുന്നത്? ഇതാകുമ്പോ ഒരു പാവം മാത്രം തലയിൽ വെച്ചാൽ മതിയല്ലോ. ഇനി ഓക്സിജൻ കിട്ടാതെ അളിയെ മരിച്ചു എന്ന പാപം എനിക്ക് വേണ്ട. ഒന്നുകളയും ഞാൻ. താനൊന്നും കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഇത് പുറം ലോകം അറിഞ്ഞാൽ താനായിരിക്കും ഇത് ചെയ്തത്. പിന്നെ തന്റെ ഭാര്യയും 4 പെൺകുട്ടികളും താമസിക്കുന്ന വീട് കേരള പോലീസിന് കയറി നിരങ്ങാനുള്ള സത്രമായിരിക്കും. മനസ്സിലായോ? നോർമൽ ഡെത്ത്. അമ്മേ, ദേ അച്ഛൻ വന്നു. അതെന്റെ അമ്മയാ. നീ ആരാ സാർ? എന്നെ മനസ്സിലായില്ലേ? എന്നെ പരിചയപ്പെടുത്തിയതല്ലേ? എന്റെ അച്ഛനാത്. അച്ഛനോ? ആരുടെ അച്ഛൻ? ഞങ്ങളറിയാത്തൊരു മോനോ? ഇറങ്ങി പോടാ അവിടുന്ന്. പിടിച്ചു പോട്ടാക്കവനെ.
ഞങ്ങളൊന്നും കണ്ടോട്ടെ മോനെ. എന്നാൽ അച്ഛനൊന്ന് കാണാൻ പോലും ഞങ്ങളെ സമ്മതിച്ചില്ല നാരായണേട്ട. എന്താ സാർ? പോയി പിടിക്കണവനെ. ഹലോ സാർ. എടോ, അവൻ എന്നെ കൊല്ലാൻ വന്നു. ഉടിനാഴേക്കാണ് രക്ഷപ്പെട്ടത്. സാർ ആരുടെ കാര്യമായി പറയുന്നത്? അവൻ തന്നെ, ആ വിജയകൃഷ്ണൻ. അവന് സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ക്യാച്ച് ചെയ്യും. പോലീസ് വളഞ്ഞിരിക്കുക, രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഈ ജീപ്പ് എടുത്ത് പൊക്കോ. പോടാ നാരായണേട്ടാ. പോടാ. Catch him! Catch him! Police! എന്താടോ സാർ, ഞാൻ അവനെ പിടിച്ചതാ. എന്റെ നാവിക്ക് തൊഴിച്ച് താഴെ ഇട്ടിട്ട് അവൻ ജീപ്പോട്ട് കടന്നിറങ്ങുന്നു. Yes, sir. Don't move! പട്ടി എടോ, ഇത് സർവീസ് റിവോൾവറാ.
പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് കണ്ടെടുത്താ ഉണ്ടല്ലോ പിന്നെ അത് മതി. ഛേ